ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില. ഓക്കെ, ചട്ടി ചൂടായി. കടുക്, ഉഴുന്ന് പരിപ്പ്, കറിവേപ്പില, ഇഞ്ചി, പച്ചമുളക്, വഴറ്റിയെടുക്കാം. ഇത്തിരി സവാള ഇടാം. നേരത്തെ ഇങ്ങനെ ചെയ്ത് വെക്കേണ്ടതായിരുന്നു, അതാകുമ്പോൾ പെട്ടെന്ന് വേണ്ടിയിട്ടാണ്. ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്ത് കഴിയിട്ട് എൻ്റെ കൈകൊള്ളും, അതുകൊണ്ട് നടക്കണ്ട. ഉപ്പ് കുറച്ച് ഇട്ടേക്കാം. ഇളക്കുക. ഇതിലേക്ക് കുറച്ച് കായപ്പൊടി ഇടാം. ചിക്കൻ മസാല പൊടിപ്പിച്ചെടുത്ത നല്ല ഫ്രഷ് മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇപ്പം തക്കാളി കൂടി ഇട്ടേക്കാം. അടിയിൽ ചെറുതായി പിടിച്ചിട്ടുണ്ടോ എന്നൊരു സംശയം. ഇവിടെ ഒഴിച്ചു. അതിലേക്ക് നന്നായിട്ട് ഇടിച്ച് വെച്ച ഉരുളക്കിഴങ്ങിടാം. ഇട്ടു. ഉരുളക്കിഴങ്ങിട്ട ശേഷം തിളപ്പിച്ച ചൂടുവെള്ളം ഒഴിക്കാം. മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ദോശ ചൂടാം. ചൂടായി വരുന്നുണ്ട് ചട്ടി. ഓക്കെ, അടുത്ത് മൂത്തവർ ചെല്ലും മുതി നെല്ലിക്ക. Okay.
ഇതിൻ്റെ പാകം ഇപ്പോഴാണ് കറക്റ്റ് പാകത്തിൽ കിട്ടിയത്. മൂന്നാമത്തെ മസാല ദോശയും റെഡിയായി. ചെന്നുകൊണ്ട കൊടുക്കാം. ഓക്കെ, മസാല ദോശ കഴിക്കൂ. ഇന്ന് ഞാൻ കഴിക്കാൻ മസാല ദോശ മകളുണ്ടാക്കി തന്നത്. നോക്ക്, രുചിയുണ്ടോ നോക്ക്. ഉള്ളത് പറഞ്ഞാൽ മതി. നല്ല രുചി. ഉറപ്പാണോ? ആ, ഓക്കെ, സന്തോഷം. കഴിച്ചോ. ചമ്മന്തി പ്ലീസ്. ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കാണിക്കാം. ഇന്ന് എൻ്റെ മകളുടെ വക മസാല ദോശയും ചമ്മന്തിയാണ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. കഴിച്ച് ടേസ്റ്റ് ഉണ്ടോ എന്ന് നോക്കിയാൽ മതി. എല്ലാവരും ഇത് നല്ല ടേസ്റ്റി മസാല ദോശ ചമ്മന്തി ഉറപ്പല്ലേ? അടിപൊളി, സൂപ്പറല്ലേ? കൊള്ളാവോ വെച്ചാ? കൊള്ളാം. സൂപ്പർ.